Friends, എല്ലാവർക്കും നഴ്സിംഗ് ആസ്പിരൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡെയിലി നമ്മൾ തിയറി ക്ലാസ്സുകൾ കവർ ചെയ്ത് വരികയാണ്. ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ തിയറി ടോപ്പിക്സ് കവർ ചെയ്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിന്റെ അനാട്ടമി 3rd യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി 4th യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനും നഴ്സിംഗ് ഓഫീസർ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ട് നഴ്സിംഗ് MCQസിന്റെ മറ്റൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ഫോർ ഓൾ നഴ്സിംഗ് എക്സാം. അപ്പോൾ നമ്മുടെ സെൻട്രൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ എക്സാംസിനായിട്ടുള്ള എല്ലാ എക്സാംസ് AIIMS, NORCET, ESIC, HAAD അങ്ങനെ പോലുള്ള എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ക്വസ്റ്റ്യൻസ് മാത്രം, ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സും വിത്ത് എക്സ്പ്ലനേഷൻ അതെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള റീസണിങ് കൂടെ നടത്തിയാണ് നമ്മൾ ഓരോ MCQs നോക്കി പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ ആരും അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ മാത്രമല്ല ബുക്സുകളും എല്ലാം റെഫർ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കരസ്ഥമാക്കാനുള്ള വഴി കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The nurse is caring for a client with a heart failure. Okay, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മൾ കാർഡിയാക് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പേഷ്യന്റ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റ് കിട്ടി. പേഷ്യന്റ് ഡിസ്നിക് ആണ്. On assessment, the nurse notes that the client is dyspneic and patient is having crackles. Crackles are audible on auscultation. Auscultate ചെയ്യുമ്പോഴത്തേക്ക് ക്രാക്കിൾസ് കേൾക്കാം. പിന്നെ അഡീഷണൽ അങ്ങനെയാണെങ്കിൽ പേഷ്യന്റിന്റെ അഡീഷണൽ മാനിഫെസ്റ്റേഷൻസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ആസ് എ നഴ്സ് വിച്ച് സിംറ്റം വി എക്സ്പെക്ടഡ് ഇൻ ദ പേഷ്യൻസ് വിത്ത് എക്സസ് ഫ്ലൂയിഡ് വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യന്റ് ആണ്, എക്സസ് ഫ്ലൂയിഡ് വോളിയം ഉള്ളതുകൊണ്ടുള്ള എന്ത് സിംറ്റം ആയിരിക്കും ഇതിനൊപ്പം കൂടെ കാണുക എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? വെയിറ്റ് ലോസ് ആൻഡ് ഡ്രൈ സ്കിൻ. ദിസ് ദ മേജർ സിംറ്റം ഓഫ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആണ്. അതായത് ശരീരത്തിന്റെ വോളിയം, നമ്മുടെ ഫ്ലൂയിഡിന്റെ ലെവൽ കുറയുമ്പോഴാണ് വെയിറ്റ് ലോസും ഡ്രൈ സ്കിന്നും ഉണ്ടാകുന്നത്, അല്ലെ? അടുത്തത് സെക്കൻഡ് ഓപ്ഷൻ, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻസ് ആൻഡ് ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. അതിന്റെ അർത്ഥം എന്താ? അതായത് നമ്മുടെ വിരലുകൾ, ബ്ലഡ് വെസൽസ്, വിരലുകൾ കൈകളിലും കഴുത്തിലും ഒക്കെ ഉള്ള ബ്ലഡ് വെസൽസ് ഫ്ലാറ്റ് ആയിരിക്കും, താഴ്ന്നിരിക്കുന്നു, അല്ലെ? അത്ര പ്രോമിനന്റ് അല്ല, ക്ലിയർ അല്ല എന്നാണ് അർത്ഥം. അപ്പൊ അത് നമ്മുടെ എക്സസ് ഫ്ലൂയിഡ് വോളിയത്തിന്റെ ആണോ? അല്ല, അതും റോങ് ആണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ ഈസ് എ സിംറ്റം ഓഫ് എക്സസ് ഫ്ലൂയിഡ് വോളിയം. വോളിയം കൂടുമ്പോൾ, ഫ്ലൂയിഡ് വോളിയം കൂടുമ്പോഴത്തേക്ക് ബ്ലഡ് പ്രഷർ കൂടും, സെൻട്രൽ വീനസ് പ്രഷർ കൂടും, ടാക്കിപ്നിയ ഉണ്ടാകും, അല്ലെ? പ്രോമിനന്റ് വെയിൻ നമുക്ക് കഴുത്തിലും നെക്കിലും ഹാൻഡിലും ഒക്കെ പ്രോമിനന്റ് ആയിട്ട് ഡിസ്റ്റൻഡഡ് ആയിട്ടുള്ള വെയിൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഫോർത്ത് ഓപ്ഷൻ വീക്ക്നെസ് ആൻഡ് ഡിക്രീസ്ഡ് സെൻട്രൽ വീനസ് പ്രഷർ ആണ്. ഡിക്രീസ്ഡ് സെൻട്രൽ വീനസ് പ്രഷർ അല്ല, എക്സസ് ഫ്ലൂയിഡ് വോളിയം ആണെങ്കിൽ ഇൻക്രീസ്ഡ് വീനസ് പ്രഷർ ആണ്, സെൻട്രൽ വീനസ് പ്രഷർ ആണ് വരുന്നത്. പിന്നെ വീക്ക്നെസ് എന്നുള്ളത് നമ്മുടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിലും ഫ്ലൂയിഡ് വോളിയം എക്സസിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ഓക്കെ, അതിന്റെ റാഷണൽ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫ്ലൂയിഡ് വോളിയം എക്സസ് ഈസ് ഓൾസോ നോൺ ആസ് ഓവർ ഹൈഡ്രേഷൻ എന്ന പേരുണ്ട്. അതുപോലെ ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഓർ ഫ്ലൂയിഡ് റിട്ടൻഷൻ എക്സീസ് ദ ഫ്ലൂയിഡ് നീഡ്സ് ഓഫ് ദ ബോഡി. ആവശ്യത്തിലധികം ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലൂയിഡ് ഓഫ് വോളിയം എക്സസ് എന്ന് പറയുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് കഫ്, ഡിസ്നിയ, ക്രാക്കിൾസ്, ടാക്കിപ്നിയ, ടാക്കികാർഡിയ, എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ, ബൗണ്ടിങ് പൾസ്, എലിവേറ്റഡ് CBP, വെയിറ്റ് ഗെയിൻ, edema, neck and hand vein distension, altered level of consciousness and decreased hematocrit. Hematocrit എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ സെല്ലിന്റെ അളവ്, അല്ലെ? അത് കുറയുന്നതാണ്. സെല്ലിന്റെ അളവ് കുറയുകയല്ല, അവിടെ വെള്ളം കൂടുതലാകുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹെമറ്റോക്രിറ്റും അവിടെ കുറയുന്നു. പിന്നെ ഡ്രൈ സ്കിന്ന്, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻസ്, ഡിക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട്, ഡിക്രീസ്ഡ് CBP എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിൽ കാണുന്നതാണ്. പിന്നെ വീക്ക്നെസ് രണ്ടിലും കോമൺ ആയതാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. സെക്കൻഡ് ഓപ്ഷൻ, ദ നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു കെയർ ഫോർ എ ക്ലയന്റ് വിത്ത് പൊട്ടാസ്യം ഡെഫിസിറ്റ്. അപ്പൊ നമുക്കറിയാം നോർമൽ പൊട്ടാസ്യം എന്ന് പറയുന്നത് 3 to 5 ആണ്. 3 to അല്ല, 3.5 to 5 ആണ്. The nurse reviews the client's record and determines that client is at risk of developing പൊട്ടാസ്യം ഡെഫിസിറ്റ് ബിക്കോസ് ഓഫ് വിച്ച് സിറ്റുവേഷൻ. അതായത് നമ്മൾ താഴെ പറയുന്നത് ഏത് റീസൺ ആണ് പേഷ്യന്റിന് പൊട്ടാസ്യം ഡെഫിസിറ്റ് ഉണ്ടാകും? പൊട്ടാസ്യം ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഹൈപ്പോകലീമിയ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ടിഷ്യൂ ഡാമേജ് ആണോ, അല്ലെങ്കിൽ നാസോ ഗാസ്ട്രിക് സക്ഷനിങ് ആണോ, അഡിസൺസ് ഡിസീസ് ആണോ,
അതോ യൂറിക് ആസിഡ് ലെവൽ 9.4 ആണോ? ഏതാ കറക്റ്റ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ടി ആണ്, സോറി ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് നാസോഗാസ്ട്രിക് സക്ഷനിങ്. അതായത് നമ്മുടെ നാസോഗാസ്ട്രിക് സക്ഷനിങ് പറയുമ്പോൾ അവിടെ there will be withdrawing gastric secretion. So there it stands to develop hypokalemia. ബാക്കിയുള്ള rest all options are risk for hyperkalemia. Tissue damage is risk for it will increase the potassium, and Addison's disease also increase potassium, and in hyperuremia, hyperuric acid also this hyperuremia uricemia, it will leads to increased potassium. Okay, correct option option 2. Serum potassium level is 3.5 to 5 ആണ്. Potassium deficit is known as hypokalemia. Potassium നമ്മുടെ gastrointestinal fluids all in the gastrointestinal fluids are rich in potassium. If we are doing repeated gastrointestinal suctioning or nasogastric suctioning, there is a risk for development of hypokalemia. All other options, tissue damage, Addison's disease, hyperuricemia are risk for hyperkalemia. It will increase the serum potassium. Okay, the normal uric acid level is very important. 2.7 to 7.3 is 3 is normal level in female, and for male it is 4 to 8.5. Okay, hyperuricemia causes hyperkalemia. Next, third question. The nurse is assessing a client with a suspected diagnosis of hypocalcemia. നമ്മൾ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ അതിന്റെ തിയറി ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. നോട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ അതിന്റെ എടുക്കാം. Which clinical manifestation would the nurse expect to note in the client? ഏത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ഹൈപ്പോകാൽസിമിയ ഉള്ള പേഷ്യന്റിന് ഉണ്ടാവുക? ട്വിച്ചിങ് ആണോ, ഹൈപ്പോ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ആണോ, നെഗറ്റീവ് ട്രോസിയസ് സൈൻ ആണോ, hypoactive deep tendon reflex ആണ്? കറക്റ്റ് ഓപ്ഷൻ ട്വിച്ചിങ് ആണ്. ഓക്കെ, മസിൽ ട്വിച്ചിങ് ആണ് ഹൈപ്പോകാൽസിമിയയിൽ ഉണ്ടാകുന്നത്. ബവൽ സൗണ്ട്സും ഡീപ് ടെൻഡോൺ റിഫ്ലക്സസും ഹൈപ്പർ ആക്റ്റീവ് ആവുകയും പോസിറ്റീവ് ട്രോസിയസ് സൈനും പോസിറ്റീവ് ചോസിക് സൈനുമാണ് ഹൈപ്പോകാൽസിമിയയിൽ ഉണ്ടാകുന്നത്. സോ കറക്റ്റ് ഇവിടെ തന്നിട്ടുള്ളതിൽ ട്വിച്ചിങ് ആണ് കറക്റ്റ് സിംറ്റം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കാൽസ്യത്തിന്റെ നോർമൽ ഒരു 10 to 8.5, 9 എന്നൊക്കെ പറയും, 9 to 10.5 ആണ്. അപ്പോൾ അതിൽ 9നേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോകാൽസിമിയ എന്ന് പറയും. അതിന്റെ സിംറ്റംസ് ആണ് നംനസ്, പാരസ്തീഷ്യാസ്, ഹൈപ്പർ ആക്റ്റീവ് ഡീപ് ടെൻഡോൺ റിഫ്ലക്സസ്, പോസിറ്റീവ് ട്രോസിക് സൈൻ ആൻഡ് ചോസ്റ്റിക് സൈന്. പിന്നെ അഡീഷണൽ സൈൻ ആയിട്ട് വരുന്നതാണ് ന്യൂറോമസ്കുലർ എക്സൈറ്റബിലിറ്റി, മസിൽ ക്രാംസ്, ട്വിച്ചിങ്, മസിൽ ട്വിച്ചിങ്, ടെറ്റനി, സീഷേഴ്സ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി. Gastrointestinal symptoms ആയിട്ടുള്ള increased gastric motility, hyperactive bowel sounds, abdominal cramping, diarrhea. These are the symptoms of hypocalcemia. Next, fourth question. Which client is at risk for development of sodium level at 130 milliequivalent per liter? Okay, അപ്പോൾ അവിടെ 130 സോഡിയം ആവുന്നത് എപ്പോഴാണ്? നോർമൽ 135 to 145 ആണ് അല്ലേ? 135 to 145. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ ഏത് പേഷ്യന്റ് ആയിരിക്കും റിസ്ക് ഉള്ളത്? ഹൈപ്പോനട്രീമിയക്ക് റിസ്ക് ഉള്ളത്. ഹു ഈസ് ടേക്കിംഗ് ഡയബറ്റിക്സ് ആണോ, ഹൈപ്പർ ആൾഡോസ്റ്റിറോൺസ് ആണോ, കുഷിംഗ് സിൻഡ്രോം ആണോ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എടുക്കുന്ന പേഷ്യൻസ് ആണോ? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 1. The client is taking diuretics. If the patient is taking diuretics continuously, there will be chance for development of hyponatremia because all sodium will be, most of the amount of sodium will be excreted through the urine. Okay, so there is chance to develop hyponatremia. All other options, hyperaldosteronism, Cushing syndrome, corticosteroids, in these conditions there is a chance for hypernatremia. Okay, total serum sodium is 135 to 145. If it is lower than 130, then it is hyponatremia. If the patient is taking diuretics, there is a chance for hyponatremia. All other corticosteroids, hyperaldosteronism, Cushing syndrome are risk for hypernatremia. Next, fifth question. The nurse is caring for a client with a heart failure who is receiving high doses of diuretics. Patient heart failure and diuretics എടുക്കുകയാണ്. On assessment, the nurse notes that the client has flat neck vein, generalized muscle weakness, diminished deep tendon reflexes.
Patients suspect hyponatremia. Which additional symptoms would the nurse expect not that patient is hyponatremia? അപ്പോൾ hyponatremia ഉണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോനാട്രീമിയ ഉള്ള പേഷ്യന്റിന് കൂടെ ഇതിന്റെ ഒപ്പം ഉണ്ടാകാവുന്ന മറ്റൊരു സിംറ്റം ഏതാണ്? മസിൽ സ്റ്റിച്ചസ് ആണോ? അല്ല, അത് നമ്മുടെ ഹൈപ്പോകാൽസീമിയയിൽ പറഞ്ഞതാണ് അല്ലെ. ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ആണോ? ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ആണോ? ഇൻക്രീസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണ്? കറക്റ്റ് ഓപ്ഷൻ സി, ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ആണ്. ഓക്കെ, സീറം പൊട്ടാസ്യം സീറം സോഡിയം 135 to 145 ആണ്. 135 കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഹൈപ്പോനട്രീമിയ എന്ന് പറയും. ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്സ് ഇൻഡിക്കേറ്റ് ഹൈപ്പോനട്രീമിയ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ എന്തിൻ്റെയാണ്? ഹൈപ്പർ നട്രീമിയയുടെ സിംറ്റംസ് ആണ്. മസിൽ വീക്ക്നെസ്, ഇൻക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട്, ഡിക്രീസ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ urine will be noted in hyponatremia. Okay. Next, sixth question. The nurse reviews a client's laboratory report and notes that the client's serum phosphorus level is 1.8. Phosphorus level 1.8 ആണ് എങ്കിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആയിരിക്കും ഇത് ഈ സീറം ഫോസ്ഫറസ് ലെവൽ 1.8 എത്തിച്ചത്? ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? Options: malnutrition, renal insufficiency, hypoparathyroidism, tumor lysis syndrome. Correct option 1 malnutrition ആണ്. The normal serum potassium is 3 to 4.5 ആണ്. ഇവിടെ പേഷ്യന്റിന് എത്രയാണ്? 1.8 ആണ്. So hypophosphatemia. So condition is hypophosphatemia. പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ malnutritionും സ്റ്റാർവേഷനും ആയിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ആന്റാസിഡ്സ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ബേസ്ഡ് ആയിട്ടുള്ളതോ മെഗ്നീഷ്യം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആന്റാസിഡ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് കൊണ്ടും ഹൈപ്പോഫോസ്ഫേറ്റീമിയ ഉണ്ടാകാം. റിനൽ ഇൻസഫിഷ്യൻസിയും ഹൈപ്പോപാരാതൈറോയിഡിസം, ട്യൂമർ ലൈസിസ് സിൻഡ്രോം ഒക്കെ എന്തിന് കാരണമാണ്? ഹൈപ്പർ ഫോസ്ഫേറ്റീമിയക്ക് കാരണമാണ്. Next, seventh question. The nurse is reading a healthcare provider's progress notes. The client's record and read that healthcare provider has documented insensible fluid loss approximately 800 ml of daily. അതായത് നമ്മളെ ഫ്ലൂയിഡ് ലോസ് അല്ലെ, ഫ്ലൂയിഡ് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് നമ്മൾ തയ്യാറാക്കുമല്ലോ ആസ് എ നഴ്സ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രീവിയസ് ഷിഫ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ തയ്യാറാക്കിയ ചാർട്ട് നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിൽ 800 ml ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് ഡോക്യുമെന്റ് എഴുതിയിരുന്നു. എങ്കിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻസെൻസിബിൾ ലോസിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? യൂറിൻ ഔട്ട്പുട്ട് ആണോ, വൂണ്ട് ഡ്രെയിനേജ് ആണോ, ഇന്റർമെന്ററി ഔട്ട്പുട്ട് ആണോ, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ഔട്ട്പുട്ട് ആണോ? അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് ഔട്ട്പുട്ട് പഠിക്കുമ്പോൾ തന്നെ നമ്മളവിടെ രണ്ട് ഇത് പഠിക്കുന്നുണ്ട്. ഇൻടേക്ക് ഔട്ട്പുട്ട് പഠിക്കുമ്പോൾ ഇൻസെൻസിബിൾ ലോസും സെൻസിബിൾ ലോസും എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇൻസെൻസിബിൾ ലോസ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ശ്വസനത്തിലൂടെ, ബ്രീത്തിങ്ങിലൂടെ നഷ്ടപ്പെടുന്നത്, ലങ്സിലൂടെ നഷ്ടപ്പെടുന്നത്, നമ്മുടെ സ്കിന്നിലൂടെ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ അറിയാതെ ഇൻസെൻസിബിൾ ലോസ് എന്ന് പറയുന്നത്. ഇനി യൂറിനറി ഔട്ട്പുട്ട്, വൂണ്ട് ഡ്രെയിനേജ്, ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതൊക്കെ സെൻസിബിൾ ലോസിന്, ഫ്ലൂയിഡ് ലോസിന് എക്സാമ്പിൾ. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞില്ലല്ലോ. കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ്, ഓക്കെ, എന്താ വേറൊന്നുമില്ല, ഇത്രയും തന്നെ ഉള്ളൂ. ഇൻസെൻസിബിൾ ലോസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്കിന്നിലൂടെ അല്ലെങ്കിൽ ഇന്റർമെന്ററി സിസ്റ്റത്തിലൂടെ ലങ്സിലൂടെ നഷ്ടപ്പെടുന്നതാണ് ഇൻസെൻസിബിൾ ലോസസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം യൂറിൻ പോകുന്നതും പിന്നെ വൂണ്ട് ഡ്രെയിനേജും ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് ലോസസ് എല്ലാം സെൻസിബിൾ ലോസസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, 8th question. The nurse is assigned to care for a group of clients. Or on review of client's medical reports, the nurse determines that which client is most likely at risk for fluid volume deficit. നമ്മൾ കുറെ ആൾക്കാരെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിന് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാകണം. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് കണ്ടീഷൻ ആയിരിക്കാം പേഷ്യന്റ് വിത്ത് ഇലിയോസ്റ്റമിയ ആണോ, ഹാർട്ട് ഫെയിലിയർ ആണോ, ലോങ് ടേം കോർട്ടിക്കോസ്റ്റെറോയിഡ് തെറാപ്പി ആണോ, പേഷ്യന്റ് റിപ്പീറ്റഡ് വൂണ്ട് ഇറിഗേഷൻ ആണോ? ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 1 ഇലിയോസ്റ്റമിയാണ്. ഇലിയോസ്റ്റമിയിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്? ഫ്ലൂയിഡ് വാട്ടർ അബ്സോർഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇലിയോസ്റ്റമി നടന്നൊരു പേഷ്യന്റ് ആകുമ്പോൾ അവിടെ ഫ്ലൂയിഡ് ലോസിനും വാട്ടർ അബ്സോർഷനും അവിടെ നടക്കാതെയും വരുന്നു. സോ ക്ലയന്റ് വിത്ത് ഇലിയോസ്റ്റമിയാണ് അവിടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന് എക്സാമ്പിൾ. ബാക്കിയുള്ള ഹാർട്ട് ഫെയിലിയർ, ലോങ് ടേം കോർട്ടിക്കോസ്റ്റെറോയിഡും അതുപോലെ റിപ്പീറ്റഡ് വൂണ്ട് ഇറിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെള്ളം ഇങ്ങോട്ട് കിട്ടുകയാണ്, ഇൻടേക്ക് കൂടുകയാണ് അല്ലെ, അല്ലെങ്കിൽ അവിടെ സ്റ്റാഗ്നന്റ് ആവുകയാണ് വെള്ളത്തിന്റെ അളവ്, ഫ്ലൂയിഡ് വോളിയം. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് വോളിയം ഇവിടെ ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എക്സസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ
ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആവശ്യത്തിലധികം വെള്ളമാകുമ്പോൾ ഫ്ലൂയിഡ് വോളിയം എക്സസ് എന്നും ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാതാകുമ്പോൾ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് എന്ന് പറയുന്നു. കോസസ് ഫോർ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വോമിറ്റിംഗ്, ഡയറിയ, കണ്ടീഷൻസ് റിലേറ്റഡ് ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ. കാരണം ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ വരുമ്പോൾ അവിടെ കൂടുതൽ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെ. ഇൻക്രീസ്ഡ് യൂറിനറി ഔട്ട്പുട്ട്, ഇൻസഫിഷ്യന്റ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്, ഡ്രെയിനിങ് ഫിസ്റ്റുലാസ്, പ്രസൻസ് ഓഫ് ഇലിയോസ്റ്റമി ഓർ കൊളോസ്റ്റമി, ഇതിലൊക്കെ എന്ത് ചെയ്യാം ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നുണ്ടാവും. ബാക്കിയുള്ള ഹാർട്ട് ഫെയിലിയർ, ലോങ് ടേം കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി, റിപ്പീറ്റഡ് വൂണ്ട് ഇറിഗേഷൻ എല്ലാം ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. The nurse caring for a client who has been receiving intravenous IV diuretics സ്വീകരിക്കുന്ന ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസിങ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്, പേഷ്യന്റ് വെള്ളത്തിന്റെ അളവ് കുറയുകയാണ്. വിച്ച് അസസ്മെന്റ് ഫൈൻഡിങ് വുഡ് ദ nurse നോട്ട് ദ ക്ലയന്റ് വിത്ത് ദിസ് കണ്ടീഷൻ? അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് എന്ത് സിംറ്റം ആയിരിക്കും നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റുമായിട്ട് കണക്ട് ചെയ്യുക? വെയിറ്റ് ലോസ് ആൻഡ് പുവർ സ്കിൻ ടാർഗ്. അപ്പം തന്നെ നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ കിട്ടി. വെയിറ്റ് ലോസ്, ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്കിന്നിൽ വെള്ളത്തിന്റെ അളവ് കുറയും, പുവർ സ്കിൻ ടാർഗറും ആയിരിക്കും. ലങ് കഞ്ചക്ഷനും ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ടാക്കിക്കാർഡിയൊക്കെ വരുന്നത് ഇൻക്രീസ്ഡ് ഫ്ലൂയിഡ് റേറ്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് വോളിയം എക്സസിലാണ് ലങ് കഞ്ചക്ഷൻ ഉണ്ടാകുന്നത്. ഡിക്രീസ്ഡ് ഹെമറ്റോക്രിറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് കൂടുതലെന്നാണ് അർത്ഥം. ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് കൂടുതലാണെന്ന് അർത്ഥം. ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ ആകുന്നത് ഫ്ലൂയിഡ് കൂടുമ്പോൾ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ വരുന്നത് ഫ്ലൂയിഡ് കൂടുമ്പോൾ. പക്ഷെ ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് കുറയുമ്പോൾ, ഡെഫിസിറ്റ് ഉള്ളപ്പോൾ സമയത്ത് എന്താണ് സിംറ്റം എന്നാണ് ചോദിച്ചത്. വെയിറ്റ് ലോസ്, പുവർ ടാർഗ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 1. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ സിംറ്റംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 1. And 10th question. On review of client's medical report, the nurse determines that which client is at risk for fluid volume excess. Fluid volume excessന് ചാൻസ് ഉള്ള റിസ്ക് ഉള്ള പേഷ്യന്റ് ഏതാണ്? ഡയോറിറ്റിക്സ് എടുക്കുന്ന പേഷ്യന്റ് ആണോ, ഇലിയോസ്റ്റമി ഉള്ള പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സക്ഷനിങ് ചെയ്യുന്ന പേഷ്യന്റ് ആണോ, അതല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യന്റ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 4 ആണ്. കാരണം ഡയോറിറ്റിക്സ് എടുക്കുമ്പോൾ ഇലിയോസ്റ്റമി ആയാലും ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സക്ഷനിങ് ആയാലും അവിടെ ഫ്ലൂയിഡ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് ആണ് ഉണ്ടാകാൻ ചാൻസ്. പക്ഷെ കിഡ്നി ഡിസീസ് ആണെങ്കിൽ എന്താണ് അവിടെ ഫ്ലൂയിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നടക്കാതെ ഫ്ലൂയിഡ് അവിടെ റീറ്റെയിൻ ചെയ്യാം, ബോഡിയിൽ റീറ്റെയിൻ ചെയ്യാം. സോ ദർ ഇസ് ചാൻസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് വോളിയം എക്സസ്. സോ കറക്റ്റ് ഓപ്ഷൻ is option 4. And the last question is, which client is at risk for development of potassium level 5.5? 5.5 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഹൈപ്പർ കലീമിയാണ്. ഹൈപ്പർ കലീമിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള പേഷ്യന്റ് കൊളൈറ്റിസ് പേഷ്യന്റ് ആണോ, കുഷിംഗ് സിൻഡ്രോം ആണോ, ലാക്സേറ്റീവ്സ് ഓവർ യൂസ് ചെയ്യുന്ന പേഷ്യന്റ് ആണോ, ട്രോമാറ്റിക് ബേൺ, എന്തെങ്കിലും ഇഞ്ചുറി ബേൺസ് സംഭവിച്ച പേഷ്യന്റ് ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 4 ആണ്. നമുക്കറിയാം ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണിത്. ട്രോമാറ്റിക് ബേൺ ഓർ എനി ഇഞ്ചുറി സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താ അവിടെ ഹൈപ്പർ കലീമിയാണ് ഡെവലപ്പ് ചെയ്യുക. സോ ദിർ സ്റ്റാൻഡ്സ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് hyperkalemia in this patient with the traumatic burn. All other options there stands for hypokalemia, Cushing syndrome, colitis and laxatives. Okay, so I think you all are clear with this 11th question. We will start for some more questions with tomorrow, and everyone study well and reference study. Okay, don't just read simply, just make notes, small lecture notes along with this. Okay, thank you.